ഹലോ, ഇന്ന് ഞങ്ങൾ ആറ്റുനോറ്റ് പറശ്ശിനിക്കടവ് അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ട്രെയിനിലാണ് പോകുന്നത്. ട്രെയിനിൽ പോവാൻ എല്ലാവർക്കും ഭയങ്കര ഒരു പൂതി. അപ്പോൾ പറശ്ശിനിക്കടവ് അമ്പലത്തിലേക്ക് ഏട്ടൻ വന്നത് മുതലേ പോവാനായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നതാണ്. ഫാമിലി ട്രിപ്പായിട്ട് പ്ലാൻ ചെയ്തു, നടന്നില്ല. അവസാനം ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് പോയി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ കയറി. രാവിലെ 5:45 ട്രെയിനിനാണ് പോയത്. അപ്പോൾ നേരെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് ബസ് സ്റ്റാൻഡിൽ പോയി. ബസ് സ്റ്റാൻഡിൽ നിന്ന് പിന്നെ ഞങ്ങൾ ബസ്സിൽ പറശ്ശിനിക്കടവ് അമ്പലത്തിലേക്ക് എത്തിയപ്പോൾ ഒരുപാട് സ്റ്റെപ്പൊക്കെ നമ്മൾ ഇറങ്ങിപ്പോയിട്ട് വേണം കേട്ടോ അമ്പലത്തിലേക്ക് എത്താനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഫൈനലി അമ്പലത്തിൻ്റെ പരിസരത്തെത്തി. പിന്നെ അമ്പലത്തിൻ്റെ മുന്നിലെത്തി. ഞങ്ങൾ അങ്ങനെ പോവുകയാണ്. എൻ്റെ കെട്ടിയോൻ മോളേനെ നന്നായി ഇറിറ്റേറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ. പിന്നെ അവിടെ എത്തിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യം, എനിക്കെന്നല്ല എല്ലാവർക്കും ഒട്ടുമിക്ക ആൾക്കാർക്കും ഭയങ്കര അത്ഭുതങ്ങളൊക്കെ തോന്നുന്നൊരു കാര്യമാണ്. അവിടെ ഒരുപാട് നായ്ക്കളുണ്ടാവും, പക്ഷെ അവരെ കൊണ്ടൊന്നും ആർക്കും ഒരു ശല്യം ഉണ്ടാവില്ല കേട്ടോ. അതാണ് ഏറ്റവും ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെയൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. അങ്ങനെ ഞങ്ങളിതാ മുന്നിൽ, നമ്മുടെ അമ്പലത്തിൻ്റെ തൊട്ട് മുന്നിലായിട്ട് ഒരു പുഴയുണ്ട്. പുഴയാണോ കായലാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നല്ലോണം വെള്ളം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളിതാ ഇങ്ങനെ കാലൊക്കെ കഴുകിയിട്ടാണ് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. നല്ല മഴക്കാറുണ്ടായിരുന്നു. ബോട്ടിങ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ മോളേനൊക്കെ കാലൊക്കെ കഴുകിച്ചിട്ട് ഞങ്ങളിങ്ങനെ റെഡി ആയിട്ട് ഞങ്ങളെല്ലാവരും അമ്പലത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി തൊഴുതു. മോൾ അവിടെ ആകെ പാറിപ്പറന്ന് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് അവിടുത്തെ പ്രസാദം വൻപയറും തേങ്ങാപ്പൂളും പിന്നെ പാല് പാർന്ന ചായ ഉണ്ടല്ലോ, അതും കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഗംഭീര മഴ, അടിപൊളി മഴയായിരുന്നു. അപ്പോൾ ആ മഴയൊക്കെ കണ്ട് ആസ്വദിച്ചപ്പോൾ ഞങ്ങൾക്ക് തോന്നി കുറച്ച് ഫോട്ടോസ് എടുക്കാം. അങ്ങനെ ഞങ്ങൾ സിംഗിളും അതേപോലെ തന്നെ കപ്പിൾ ഫോട്ടോയും ഗ്രൂപ്പ് ഫോട്ടോയും സെൽഫിയൊക്കെ ആയിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് അമ്പലത്തിൻ്റെ മുന്നിലായിട്ട് നിന്നിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് കള്ള് ഷാപ്പിലേക്കാണ്. അമ്പലത്തിൻ്റെ അടുത്തായിട്ട് തന്നെ കള്ള് ഷാപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു അമ്പലത്തിൽ ഇവിടുത്തെ വഴിപാടൊക്കെ ആയിട്ട് കള്ളും ഒക്കെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ വലിയൊരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ധൈര്യമായിട്ട് പോയിട്ട് കുടിക്കാം. അങ്ങനെ ഞങ്ങളെല്ലാവരും കുടിച്ചു, കള്ളൊക്കെ കുടിച്ചു. കപ്പയും പിന്നെ വെള്ളയപ്പവും നൂൽപ്പുട്ടും പിന്നെ കുറച്ച് എന്താ പറയുക കക്കറച്ചി, ചിക്കൻ, തലക്കറി, പിന്നെ വേറൊരു ഐറ്റം കൂടി പോർക്കും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചു. പക്ഷെ വലിയ ഗുണമൊന്നും ഉണ്ടായിരുന്നില്ല ഫുഡിന്. അതൊക്കെ കഴിച്ച് വന്നിട്ട് പിന്നെ ഞങ്ങളുടെ പർച്ചേസിങ് ടൈം ആയിരുന്നു. എൻ്റെ ഒരു സ്വഭാവം വെച്ച് എനിക്ക് ഒരുപാട് ഐറ്റംസ് കാണുമ്പോൾ ഒന്നും വാങ്ങാൻ തോന്നാറില്ല. അപ്പം ഞാനും തന്നെ എല്ലാ കടയിലും കയറി കമ്മലുകളൊക്കെ ജസ്റ്റ് ഇങ്ങനെ നോക്കിയെന്നാൽ അതൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ മോള് എല്ലാ കടയിലും കാണുന്നത് മൊത്തം വാങ്ങാനായിട്ട് അവൾ വാശിയായിരുന്നു. അവൾ ബോളും പിന്നെ പമ്പരും ഫോണൊക്കെ അങ്ങനെ എന്തൊക്കെ ഐറ്റംസ് വാങ്ങി. അത് കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ കെട്ടിയവനൊരു പാവം അമ്മമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്തുനിന്ന് ലോട്ടറി വാങ്ങായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളുടെ അച്ഛന് ലോട്ടറി ബിസിനസ് ആയതുകൊണ്ട് എൻ്റെ കെട്ടിയവർ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഇതാണ് എടുക്കാനൊക്കെ ആയിട്ട്. പിന്നെ ഈ ഒരു ആംഗിളിൽ നിന്ന് പറശ്ശിനിക്കടവ് അമ്പലം കാണാൻ ഭയങ്കര രസമാണ്. അപ്പോൾ അവിടെ നിന്നും കുറച്ച് ഫോട്ടോസ് എടുത്ത് പിന്നെ ഞങ്ങൾ ഉള്ളിൽ കയറി കുറച്ച് നേരം അവിടെ ഇരുന്ന് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഫുഡിന് ചോറും സാമ്പാറും മോരും ആയിരുന്നു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് വേറെ വഴിക്കൂടെയൊക്കെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ പ്രവിയേട്ടൻ്റെ ഫ്രണ്ടിനെയൊക്കെ കണ്ട് മീറ്റ് ചെയ്തിട്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രയും